നമസ്കാരം, ഞാൻ മേഴ്ശിവരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. മർദ്ദനത്തിന് മൗനാനുവാദം. ആലപ്പുഴയിൽ ഗൺമാൻ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചതിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സുരക്ഷാ ഉദ്യോഗസ്ഥരുടേത് സ്വാഭാവിക നടപടിയാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. അതേസമയം ആക്രമണ സാധ്യത കണക്കിലെടുത്ത് ഗൺമാൻ അനിൽ കല്ലിയൂരിന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപിന്റെയും വീടുകൾക്ക് അധിക സുരക്ഷ നൽകാൻ തീരുമാനമായി. തൊടുപുഴയിൽ മാധ്യമപ്രവർത്തകനെ കഴുത്തിന് പിടിച്ച് തള്ളിയതും ഗൺമാൻ അനിൽ കല്ലിയൂരായിരുന്നു. മുഖ്യമന്ത്രി സഞ്ചരിച്ച ബസ്സിന് സമീപത്ത് നിന്ന് പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ച KSU ജില്ലാ പ്രസിഡന്റ് AD തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജോയ് ജോയ് എന്നിവരെയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തല്ലിച്ചതച്ചത്. പ്രവർത്തകരെ പോലീസ് പിടിച്ചുമാറ്റിയെങ്കിലും പിന്നാലെ കമാൻഡോ വാഹനത്തിലെത്തിയ ഗൺമാൻ അനിൽ കല്ലിയൂർ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തടയാൻ ശ്രമിച്ച അരൂർ SI സാബുവിന്റെ കൈക്കും ലാത്തിക്കടിയേറ്റു. ഗൺമാനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. എന്റെ കൂടെയുള്ള അംഗരക്ഷകൻ എന്ന് പറയുന്നത് എനിക്ക് വേറൊന്നും സംഭവിക്കരുത് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. ഒരിടത്ത് സംഭവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഒരാൾ ഈ ക്യാമറയും കൊണ്ട് തള്ളിയിങ്ങി വരികയാണ്. അത് സാധാരണ അന്തരീക്ഷത്തിൽ നിന്ന് മാറിക്കൊണ്ടാണ് തള്ളി വരുന്നത്. അയാളെ തള്ളി മാറ്റുമെന്ന് ഞാൻ കണ്ടിരിക്കുന്നു. എൻ്റെ തൊട്ടടുത്താണ് അനിലപ്പോൾ ഉള്ളത്. അയാൾ തള്ളി മാറ്റുന്നത്. അതാണ് നിങ്ങൾ കഴുത്തിന് പിടിച്ച് തള്ളലാക്കി മാറ്റിയത്. അത് സാധാരണ നിലയിൽ വ്യത്യസ്തമായ ഒരു രീതിയാണ്. കായംകുളം റെസ്റ്റ് ഹൌസിന് മുന്നിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ബസ്സിന് നേരെ കരിങ്കൊടി കാണിച്ച ഭിന്നശേഷിക്കാരനായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജിമോൻ കണ്ടല്ലൂരിനെ DYFI പ്രവർത്തകർ മർദ്ദിച്ചു. അതേസമയം ഗൺമാൻ അനിൽ കല്ലിയൂരിന്റെയും എസ്കോർട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സന്ദീപിന്റെയും വീടുകൾക്ക് അധിക സുരക്ഷ നൽകാൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഉത്തരവിറക്കി. ആക്രമണ സാധ്യതയുള്ളതിനാൽ അധിക സുരക്ഷ നൽകുന്നുവെന്നാണ് ഉത്തരവിൽ പറയുന്നത്. 24 ആലപ്പുഴ. കരിങ്കുടി പ്രതിഷേധക്കാരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എല്ലാവരെയും തല്ലിയൊതുക്കി ഭരിക്കാമെന്ന തോന്നൽ മുഖ്യമന്ത്രിക്ക് വേണ്ട. കോൺഗ്രസുകാർ വിചാരിച്ചാൽ മർദ്ദിച്ചവരാരും പുറത്തിറങ്ങി നടക്കില്ലെന്ന് മുന്നറിയിപ്പ്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെ തിരുവനന്തപുരത്തും തൊടുപുഴയിലും നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. മുഖ്യമന്ത്രിയുടെ ധിക്കാരം എല്ലാ മര്യാദകളും ലംഘിക്കുന്നുവെന്നും അധികാരത്തിന്റെ ധാർഷ്ട്യത്താൽ മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. കൂടെയുള്ള മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് മരുന്നെടുത്തു കൊടുക്കാൻ മറക്കരുതെന്നും സതീശന്റെ പരിഹാസം. ഞാൻ എവിടെ വേണമെങ്കിലും പോയി ചികിത്സിക്കാം, എന്റെ ചെലവിൽ ചികിത്സിക്കാം, മുഖ്യമന്ത്രി പറയുന്നിടത്ത് പോയി ചികിത്സിക്കാം. പക്ഷെ മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന മന്ത്രിമാരോട് എനിക്ക് പറയാനുള്ളത്, വീട്ടുകാരും അടുത്തില്ലാത്ത സമയമാണ്, മരുന്നെടുത്തു കൊടുക്കാൻ മറക്കണ്ട. ഏതോ മരുന്ന് കഴിക്കാൻ വിട്ടുപോകുന്നുണ്ട്. അതുപോലെയാണ് ഇങ്ങനെ തോന്നിയാസം പറയുന്നത്. എല്ലാ കാലത്തും പിണറായി വിജയൻ ആയിരിക്കില്ല മുഖ്യമന്ത്രിയെന്ന് പോലീസുകാർ ഓർക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇത് ദൂരെ നിന്ന് പ്രകടനം നടത്തുന്ന ആളുകളെ ചേസ് ചെയ്ത് പിടിച്ച് തല്ലിപ്പൊളിക്കുന്ന രീതി ഏത് കമ്മ്യൂണിസ്റ്റ് രീതിയാ? ഇതെന്താ ഭ്രാന്താലയമാക്കി മാറ്റുകയാണോ കേരളം? ഗൺമാൻ ചെയ്തത് അദ്ദേഹത്തിന്റെ ദൗത്യമാണെന്നും ഇപ്പോൾ നടക്കുന്നത് ഭീകരപ്രവർത്തനമാണെന്നും ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ പറഞ്ഞു. ഇത് ജനാധിപത്യപരമായ പ്രതിഷേധമൊന്നുമല്ല, ഇത് ഭീകരപ്രവർത്തനമെന്ന് വേണമെങ്കിൽ പറയാം. 2-3 ആളുകൾ കല്ലുകൊടുത്തിട്ട് എറിയുന്നത് ജനാധിപത്യ പ്രവർത്തനമാണ്. അതിനിടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപിന്റെ തിരുവനന്തപുരം പട്ടത്തെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് ലാത്തി വീശി. തിരുവനന്തപുരത്തിന് പിന്നാലെ തൊടുപുഴയിലും പ്രതിഷേധം നടന്നു. മുഖ്യമന്ത്രിക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനം. 24 തിരുവനന്തപുരം. SFI ഗവർണർ SFI പ്രതിഷേധത്തിനിടെ ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയിലെത്തി. കരിപ്പൂർ വിമാനത്താവളം മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൌസിലെത്തും വരെ റോഡിൽ പ്രതിഷേധമുണ്ടായില്ല. SFI പ്രതിഷേധം എവിടെയും കണ്ടില്ലല്ലോ എന്ന് പരിഹസിച്ച ഗവർണർ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. രാത്രി 7 മണിയോടെയാണ് ഗവർണർ ഡൽഹിയിൽ നിന്ന് കരിപ്പൂരിലെത്തിയത്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് വിമാനത്താവളത്തിൽ നിന്ന് സർവകലാശാലയിലേക്കുള്ള വഴിയിൽ വൻ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. എന്നാൽ വഴിയിലെവിടെയും കരിങ്കൊടി പ്രതിഷേധമുണ്ടായില്ല. SFIയുടെ പ്രതിഷേധത്തെ പരിഹസിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ
താൻ ഒന്നിനെയും ഭയക്കുന്നില്ലെന്നും പറഞ്ഞു. If anyone comes near my car, I will get down. I won't allow them to hit the car. If they want to hit me. I won't allow anybody to hit the car. That is government property. പ്രതിഷേധക്കാർക്ക് പിന്നിൽ മുഖ്യമന്ത്രി എന്ന വിമർശനം ഇന്നും ഗവർണർ ആവർത്തിച്ചു. മുഖ്യമന്ത്രി വാടകയ്ക്കെടുത്ത ക്രിമിനലുകളാണ് പ്രതിഷേധിക്കുന്നത്. വാഹനം തടഞ്ഞാൽ പ്രതിഷേധക്കാരുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെല്ലുമെന്നും ഗവർണർ. They have been hired by the chief minister. Whatever protest is there, it is sponsored by the chief minister personally. Why? He wants to divert attention. സർവകലാശാല ഗസ്റ്റ് ഹൌസിലെത്തി ഗവർണറുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തി. ഗവർണർ ഇതിലൊന്നും പരിഭ്രാന്തി കൊള്ളുന്ന ആളല്ല. ഗവർണർ പതിവിലും സന്തോഷവാനായിട്ടാണ് ഞാനിപ്പോൾ കണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു വെല്ലുവിളിയെയും അദ്ദേഹം ഭയപ്പെടുന്നില്ല, ഒരു ഭീഷണിയെയും ഗവർണർ ഭയപ്പെടുന്നില്ല. കേരളത്തിൽ നിയമവാഴ്ച ഉറപ്പാക്കാൻ തന്നെ വന്നിരിക്കുന്ന ഒരു ഗവർണറാണ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ. നിയമവും നിയമവാഴ്ചയും ഇവിടെ ഉറപ്പാക്കാൻ തന്നെ വന്നിരിക്കുന്ന ഗവർണറാണ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം എല്ലാ കാര്യങ്ങളും നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ക്യാമ്പസിൽ കാലുകുത്തില്ലെന്ന SFI വെല്ലുവിളി ഏറ്റെടുത്ത ഗവർണർ 3 ദിവസമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തങ്ങുക. 24 തിരൂർ. ഗവർണർ സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ എത്തുന്നതിന് മുൻപും ശേഷവും ശക്തമായ പ്രതിഷേധമാണ് SFI ഉയർത്തിയത്. സംസ്ഥാന നേതൃത്വം നേരിട്ട് പ്രതിഷേധത്തിന് ചുക്കാൻ പിടിച്ചു. ഗവർണർ ഗസ്റ്റ് ഹൌസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനം. ഗവർണർ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ SFI പ്രതിഷേധം തുടങ്ങി. വൈകിട്ട് 4:30 മെയിൻ ഗേറ്റിന് സമീപത്ത് നിന്ന് സംസ്ഥാന സെക്രട്ടറി PM ആർഷോയും ക്യാന്റീൻ പരിസരത്ത് നിന്ന് സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയും മാർച്ചിന് നേതൃത്വം നൽകി. നൂറുകണക്കിന് പ്രവർത്തകർ ഗസ്റ്റ് ഹൌസിനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രവർത്തകരോട് പിരിഞ്ഞുപോകാൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും അനുനയ നീക്കം പാളി. ഒടുവിൽ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് നേരെ പോലീസ് ബലം പ്രയോഗിച്ചു. മുഴുവൻ പ്രതിഷേധക്കാരെയും നീക്കിയെന്നാശ്വസിച്ച പോലീസിന് മുന്നിൽ വീണ്ടും അഗ്നിപരീക്ഷ. ഗവർണർ എത്തുന്നതിന് തൊട്ടുമുൻപ് സംഘടിച്ചെത്തിയ പ്രവർത്തകർ കരിങ്കൊടിയുമായി കോഴിക്കോട് തൃശൂർ ദേശീയപാത ഉപരോധിച്ചു. രാത്രിയിലെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് വലിയ സുരക്ഷയിലാണ് സർവകലാശാല. 24 തിരൂർ. പ്രൈം ന്യൂസ് തുടരുന്നു. വൈക്കത്ത് 13 വയസ്സുകാരനെ കാണാതായെന്ന പരാതി. കാരയിൽച്ചിറ സ്വദേശി ജാസ്മിന്റെ മകൻ അദിനാനെയാണ് കാണാതായത്. സമീപ വീട്ടിൽ കേക്ക് നൽകാൻ പോയതിനു ശേഷം തിരികെ എത്തിയില്ല. വൈക്കം പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എബിൻ ജോസ് ഉണ്ട് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. എബിൻ, ഇതെപ്പോഴാണ് ഈ സംഭവം? എത്ര മണിക്കൂറായി കാണാതായിട്ട് അദിനാനെ? ഇപ്പോൾ ഏകദേശം 3.5 മണിക്കൂർ പിന്നിടുകയാണ്. 7:30 ഈ കുട്ടിയെ കാണാതായതായി വീട്ടുകാർ പറയുന്നത്. അതായത് കാരയിൽച്ചിറ ജാസ്മിന്റെ മകൻ അദിനാനെയാണ്, 13 വയസ്സുള്ള അദിനാനെയാണ് വൈകുന്നേരത്തോടുകൂടി കാണാതാവുന്നത്. അദിനാന്റെ പിറന്നാൾ ദിനമായിരുന്നു. അതുകൊണ്ട് കേക്കുമായി സമീപത്തെ വീട്ടിലേക്ക് അദിനാൻ പോയതാണ്. അതിനുശേഷം 1 മണിക്കൂറിന് ശേഷവും കുട്ടിയെ കാണാതായതോടെ കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഏതായാലും വൈക്കം പോലീസ് നിലവിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കുട്ടി വൈക്കം ടൗണിൽ കൂടി സൈക്കിളിൽ പോയത് കണ്ടതായി ചില ആളുകൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉമേഷ്. എബിൻ ജോസ് ആണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വൈക്കത്താണ് 13കാരനെ കാണാതായത്. വണ്ടിപ്പെരിയാറിലെ കുഞ്ഞിന് നീതി വേണം. വണ്ടിപ്പെരിയാർ പോക്സോ കേസിലെ വിധിക്കെതിരെ പ്രത്യക്ഷ സമരവുമായി 6 വയസ്സുകാരിയുടെ മാതാപിതാക്കൾ. വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് വായ മൂടിക്കെട്ടി മാർച്ച് നടത്തി. കേസിൽ ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടായെന്ന് CPI ആരോപിച്ചു. DGPയുടെ വസതിയിൽ അതിക്രമിച്ച് കയറിയതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് 5 മഹിളാ മോർച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. രാവിലെ 9:30 വനിതാ മോർച്ച പ്രവർത്തകർ പരാതി നൽകാനാണെന്ന് പറഞ്ഞ് DGPയുടെ വസതിക്ക് മുന്നിലെത്തിയത്. പിന്നാലെ പ്രവർത്തകർ ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് കയറി. വനിതാ പോലീസുകാർ ഇല്ലാത്തതിനാൽ പ്രവർത്തകരെ തടയാനായില്ല. പിന്നീട് മ്യൂസിയം സ്റ്റേഷനിൽ നിന്നും വനിതാ പോലീസുകാരെ എത്തിച്ചാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കിയത്. DGP വസതിയിലുള്ളപ്പോഴായിരുന്നു പ്രതിഷേധം. DGPയുടെ വസതിയുടെ സുരക്ഷ റാപ്പിഡ് റെസ്പോൺസ് ടീമിനാണ്. DCPയെയും മ്യൂസിയം SHOയെയും
DGP വിളിച്ചു വരുത്തി. DGPയുടെ വസതിയിലെ പ്രതിഷേധത്തിന് പിന്നാലെയാണ് പോലീസ് ആസ്ഥാനത്തേക്കും പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. പിന്നീട് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. 24 തിരുവനന്തപുരം. വണ്ടിപ്പെരിയാർ സംഭവത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന പോലീസ് മേധാവിയുടെ വസതിക്കകത്ത് മഹിളാ മോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധവുമുണ്ടായി. അതുമായി ബന്ധപ്പെട്ട സ്റ്റോറിയാണിപ്പോൾ കണ്ടത്. നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ്. പ്രത്യക്ഷ സമരവുമായി 6 വയസ്സുകാരുടെ മാതാപിതാക്കൾ തന്നെ രംഗത്തെത്തുന്നു. വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് വായ മൂടിക്കെട്ടി മാർച്ച് നടത്തിയത്. 6 വയസ്സുകാരിയുടെ മാതാപിതാക്കളുടെ പ്രതിഷേധത്തിനൊപ്പം നാട്ടുകാരും തൊഴിലാളികളും ചേർന്നു. കോടതി വിധി റദ്ദ് ചെയ്യണമെന്നും പുനരന്വേഷണം നടത്തണമെന്നുമാണ് ആവശ്യം. പ്രതികളെ വെറുതെ വിട്ട് അങ്ങനെയാണ് നടന്നത്. അപ്പോൾ അവർ വീണ്ടും ഇത് പുനരന്വേഷണത്തിലൂടെ പോയി ഈ ജഡ്ജിമെൻറ്റിനെ റദ്ദ് ചെയ്തിട്ട് പ്രതിയെ വീണ്ടും അറസ്റ്റ് ചെയ്തുകൊണ്ട് അവരിപ്പോൾ കേസ് നടക്കുകയാണ്. അപ്പോൾ ആ രീതിക്ക് പോകണമെന്നാണ് നമ്മുടെ കുടുംബാംഗങ്ങളും ഞങ്ങളും കൂടെ ആഗ്രഹിക്കുന്നത്. കേസിൽ ബാഹ്യ ഇടപെടലുണ്ടായെന്ന ആരോപണവുമായി CPI നേതാക്കളും രംഗത്തെത്തി. പുനരന്വേഷണം വേണമെന്ന് CPI ജില്ലാ സെക്രട്ടറി K. സലീംകുമാർ ആവശ്യപ്പെട്ടു. ഒന്ന്, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിധി അത് റദ്ദ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഹൈക്കോടതിയെ കൊണ്ട് അത് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെടണമെന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. 2, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ കേസ് ഒരു പുനരന്വേഷണം നടത്തി കുറ്റവാളിയെ ശിക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാകണം. ആലുവയിൽ അദൃശ്യ ശക്തികൾ ഉണ്ടായിരുന്നില്ലെന്നും വാളയാറും വണ്ടിപ്പെരിയാറും ചോദ്യചിഹ്നമാവുകയാണെന്നും CPI ഇടുക്കി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രിൻസ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചു. വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പ്രതിയെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ അടുത്തയാഴ്ച ആദ്യം പ്രോസിക്യൂഷൻ അപ്പീൽ നൽകും. ഇതിനായി കേസ് സംബന്ധിച്ച ഫയലുകൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് കൈമാറും. 24 ഇടുക്കി. പാർലമെന്റ് ആക്രമണ കേസിൽ ഗൂഢാലോചനയുടെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കി പ്രതികൾ സ്വയം തീ കൊടുത്താനുള്ള പദ്ധതി ഉണ്ടായിരുന്നതായി സൂചിപ്പിക്കുന്ന മൊഴി പ്രതികൾ നൽകി എന്നാണ് റിപ്പോർട്ടുകൾ. ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സമിതി രൂപീകരിച്ചെന്ന് കാണിച്ച് സ്പീക്കർ ഓം ബിർള പാർലമെന്റ് അംഗങ്ങൾക്ക് കത്ത് നൽകി. പ്രതിഷേധം രാജ്യത്തെ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും മൂലം ഉണ്ടായതാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി MP ആരോപിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി സ്വയം തീ കൊളുത്താനും പദ്ധതിയിട്ടു എന്ന് പ്രതികൾ മൊഴി നൽകിയെന്നാണ് വിവരം. പൊള്ളലേൽക്കാതിരിക്കാൻ ശരീരത്തിൽ ജെൽ പുരട്ടിയാണ് എത്തിയതെന്നാണ് കണ്ടെത്തൽ. കസ്റ്റഡിയിലുള്ള പ്രതികൾ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്നാൽ ഇവർ നൽകുന്ന മൊഴികൾ പറഞ്ഞു പഠിപ്പിച്ചതാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. മുഖ്യ ആസൂത്രകൻ ലളിത് ഷായുടെ കൂട്ടാളി മഹേഷ് കുമാവത്ത് ഇന്ന് കീഴടങ്ങി. രാജ്യത്തെ തൊഴിലില്ലായ്മയുടെയും വിലക്കയറ്റത്തിന്റെയും പ്രതിഫലനമാണ് പാർലമെന്റിലെ പ്രതിഷേധമെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. जो देश में सबसे बड़ा मुद्दा है बेरोजगारी का मुद्दा, जो पूरे देश में उबल रहा है, मोदी जी की पॉलिसीज के कारण हिंदुस्तान के युवाओं को रोजगार नहीं मिल रहा है. तो ब्रीच जरूर हुई है, बट इसके पीछे कारण बेरोजगारी है. ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സമിതി രൂപീകരിച്ചെന്ന് കാണിച്ച് സ്പീക്കർ ഓം ബിർള പാർലമെന്റ് അംഗങ്ങൾക്ക് കത്ത് നൽകി. ആരോപണ വിധേയനായ BJP ലോക്സഭാംഗത്തെ ഡൽഹി പോലീസ് ചോദ്യം ചെയ്യും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചൊവ്വാഴ്ച പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാനാണ് BJP തീരുമാനം. പാർലമെന്റ് സമ്മേളനം വെട്ടിച്ചുരുക്കുമെന്ന വാർത്ത കേന്ദ്ര സർക്കാർ നിഷേധിച്ചു. 24 ഡൽഹി. കേരളത്തോട് കേന്ദ്ര സർക്കാരിന് വിവേചനമില്ലെന്നും സംസ്ഥാന വിഹിതം കൃത്യമായി നൽകുന്നുണ്ടെന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അപകടകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണെന്ന വാദം മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സിൽ ഉടനീളം ഉയർത്തുമ്പോഴാണ് കേന്ദ്ര ധനമന്ത്രിയുടെ മറുപടി. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ തിരുവനന്തപുരം ജില്ലയിലെ ഉദ്ഘാടനം നിർവഹിക്കവേ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ വിമർശനങ്ങൾക്ക് മറുപടി നൽകി. That the union government has not differentiated in any way for Kerala citizens. The projects which reach all others also reach here. Every state gets their due in time. We pay even some monthly dues in advance itself. What is due in January, I pay in December itself. സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം വൈകരുതെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനാൽ സംസ്ഥാനങ്ങൾക്ക് മുൻകൂറായി വരെ വിഹിതം നൽകാറുണ്ടെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് അപകടകരമായ സാമ്പത്തിക പ്രതിസന്ധിയെന്നും ട്രഷറി പൂട്ടി താഴിട്ട ശേഷമാണ് ധനകാര്യമന്ത്രി നവകേരള സദസ്സിന് പോയതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. ഉച്ചകൂടിന് ഭക്ഷണം കൊടുക്കാൻ കാശില്ലാത്ത ആളുകളാണ് ഈ നാടകം നടത്തുന്നത്. പിന്നെ ഇതിന് അശ്ലീല നാടകം എന്നല്ലാതെ വേറെ എന്ത് പേരിട്ട് വിളിക്കും? ഉച്ചകൂടിന് കൊടുക്കാൻ കാശില്ല. കേരള ഹൗസിൽ കോൺഗ്രസും കട്ടൻ ചായയാണ്. ഡൽഹിയിൽ പാല് മേടിക്കാൻ കാശില്ല.
24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മധ്യപ്രദേശ് കോൺഗ്രസിൽ നേതൃമാറ്റം. കമൽനാഥിനെ PCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി. ജിത്തു പട്വാരിയാണ് പുതിയ അധ്യക്ഷൻ. ഛത്തീസ്ഗഡിൽ ദീപക് ബൈജ് അധ്യക്ഷനായി തുടരും. മധ്യപ്രദേശിൽ കോൺഗ്രസ് നേരിട്ട കനത്ത തോൽവിക്ക് പിന്നാലെയാണ് നേതൃമാറ്റം. ഭരണം നേടുമെന്ന ഉറച്ച വിശ്വാസത്തോടെ മത്സരിച്ച കോൺഗ്രസിന് 230-ൽ കേവലം 66 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. പിന്നാലെ PCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കമൽനാഥിന്റെ രാജി ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിരുന്നു. സീറ്റ് വിഭജനത്തിലടക്കം കമൽനാഥിന്റെ നിലപാടിൽ ഇന്ത്യ മുന്നണി ഹൈക്കമാൻഡിനോട് കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു. ജിത്തു പട്വാരിയാണ് പുതിയ അധ്യക്ഷൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് കമൽനാഥ് മന്ത്രിസഭയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജിത്തു PCC അധ്യക്ഷ സ്ഥാനത്തെത്തുന്നത്. ഉമംഗ് സിംഗാറിനെ പ്രതിപക്ഷ നേതാവായും ഹേമന്ത് കത്താരയെ ഉപനേതാവായും നിയമിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടേതാണ് തീരുമാനം. ഛത്തീസ്ഗഡിൽ ചരൺദാസ് മഹന്ത് പ്രതിപക്ഷ നേതാവാകും. അധ്യക്ഷ സ്ഥാനത്ത് ദീപക് ബൈജ് തുടരും. 24 ഡൽഹി. ബിനോയ് വിശ്വത്തിന് CPI സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല നൽകിയതിൽ വിമർശനവുമായി മുതിർന്ന നേതാവ് K. ഇസ്മയിൽ. CPIയിൽ പിന്തുടർച്ചാവകാശമില്ലെന്നും തീരുമാനം തിടുക്കപ്പെട്ടതാണ് എന്നുമാണ് വിമർശനം. സംസ്ഥാന കൗൺസിലിൽ പുതിയ പേര് ഉയർന്നു വന്നേക്കാം. സംഘടനാ കാര്യങ്ങൾ പാർട്ടി വേദിയിലാണ് പറയേണ്ടതെന്ന് ബിനോയ് വിശ്വം പ്രതികരിച്ചു. കാനം രാജേന്ദ്രന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ബിനോയ് വിശ്വത്തെ സെക്രട്ടറിയാക്കിയെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിശദീകരണം. എന്നാൽ ഇത് ചോദ്യം ചെയ്യുകയാണ് മുതിർന്ന നേതാവായ K. ഇസ്മയിൽ. കാനം രാജേന്ദ്രന്റെ കത്ത് തങ്ങളാരും കണ്ടിട്ടില്ല. ഭരണഘടനാനുസൃതമായാണ് പാർട്ടി പ്രവർത്തിക്കേണ്ടത്. താൽക്കാലിക സെക്രട്ടറിയുടെ അടിയന്തര ആവശ്യമുള്ളതായി തോന്നുന്നില്ലെന്നും K. ഇസ്മായിൽ. സാധാരണഗതിയിൽ പാർട്ടി സെക്രട്ടറി ഇല്ലാതാകുമ്പോൾ അത് തിരഞ്ഞെടുക്കേണ്ട ബാധ്യത സംസ്ഥാന കമ്മിറ്റിക്കാണ്. സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനിക്കും. അതൊക്കെയാണ് അതിൻ്റെ നടപടിക്രമം. അതൊന്നൊന്നില്ലാതെ തിരക്ക് പിടിച്ച് ചെയ്ത് എന്തുകൊണ്ടാണ് എന്നതായിരിക്കും ഒരുപക്ഷേ സഖാക്കൾ ആശങ്ക പുറപ്പെടുവിച്ചിട്ടുണ്ടാവുക. സംഘടനാ കാര്യങ്ങൾ മുതിർന്ന നേതാക്കൾ പാർട്ടി വേദിയിൽ പറയണമെന്നായിരുന്നു വിഷയത്തിൽ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. ഈ മാസം 28-ന് ചേരുന്ന സംസ്ഥാന കൗൺസിലിൽ തന്റെ സെക്രട്ടറി പദവിക്ക് അംഗീകാരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ബിനോയ് വിശ്വം പ്രതികരിച്ചിരുന്നു. എന്നാൽ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ലെന്ന സൂചനയാണ് K. ഇസ്മായിലിന്റെ തുറന്നുപറച്ചിൽ. 24 തിരുവനന്തപുരം. കുവൈറ്റ് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് ജാബിർ അൽ സബാഹ് അന്തരിച്ചു. 86 വയസ്സായിരുന്നു. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ഉപ അമീർ ഷെയ്ഖ് മിഷൽ അഹമ്മദ് അൽ സബാഹാണ് പുതിയ അമീർ. കുവൈറ്റ് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് ജാബിർ അൽ സബാഹിനെ നവംബർ 29-ന് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹം അന്തരിച്ചത്. കുവൈറ്റിന്റെ 10ാമത്തെ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിന്റെയും യമാമയുടെയും മകനായി 1937 ജൂൺ 20-നായിരുന്നു ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിന്റെ ജനനം. 2020 സെപ്റ്റംബർ 29-നാണ് കുവൈറ്റിന്റെ 16ാമത്തെ ഭരണാധികാരിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. 25-ാം വയസ്സിൽ ഹവല്ലി ഗവർണറായാണ് അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. 1978 മുതൽ 1988 വരെ കുവൈറ്റിന്റെ ആഭ്യന്തരമന്ത്രിയായും തുടർന്ന് കുവൈറ്റിന്റെ പ്രതിരോധ മന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഷെരീഫ സുലൈമാൻ അൽ ജാസിം ആണ് ഭാര്യ. കുവൈറ്റ് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അൽ നവാഫ് സബാഹ് മൂത്ത പുത്രനാണ്. അമീറിന്റെ വിയോഗത്തിൽ രാജ്യത്ത് 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. അതോടൊപ്പം സർക്കാർ, അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് 3 ദിവസത്തെ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗിരീഷ് ഒറ്റപ്പാലം, 24 കുവൈറ്റ്. ചലച്ചിത്ര അക്കാദമിയിലെ തർക്കത്തിന് ശമനമില്ല. ചലച്ചിത്ര അക്കാദമി അംഗങ്ങൾ സമാന്തര യോഗം നടത്തിയതിന്റെ മിനിറ്റ്സ് പുറത്ത്. സമാന്തര യോഗം ചേർന്നിട്ടില്ല എന്ന രഞ്ജിത്തിന്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ഈ രേഖകൾ. കുക്കു പരമേശ്വരൻ ഉൾപ്പെടെ 9 പേർ യോഗത്തിൽ പങ്കെടുത്തു. ചലച്ചിത്ര അക്കാദമിയിൽ ചെയർമാൻ രഞ്ജിത്തിനോട് കടുത്ത ഭിന്നതകൾ നിലനിൽക്കുമ്പോഴാണ് സമാന്തര യോഗം ചേർന്നത്. ചെയർമാൻ അക്കാദമിക്ക് അപമതിപ്പുണ്ടാക്കിയതായും ചെയർമാൻ തിരുത്തണം അല്ലെങ്കിൽ ചെയർമാനെ നീക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. അക്കാദമിയിലെ താൽക്കാലിക ജീവനക്കാരി അവഹേളിച്ചെന്ന് പരാതിപ്പെട്ട ഭരണസമിതി അംഗം കുക്കു പരമേശ്വരനെ രഞ്ജിത്ത് അധിക്ഷേപിച്ച കാര്യവും മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഗത്തിൽ പങ്കെടുത്ത 9 അംഗങ്ങളും മിനിറ്റ്സിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. കുക്കു പരമേശ്വരൻ, സോഹൻ സീനുലാൽ, സിബി തോമസ് എന്നിവർ ഉൾപ്പെടെയാണ് പങ്കെടുത്തത്. ജനറൽ കൗൺസിൽ അംഗങ്ങൾ യോഗത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടെ മന്ത്രി സജി ചെറിയാന് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന നിലപാടിലാണ് സാംസ്കാരിക വകുപ്പ്. 24 തിരുവനന്തപുരം. ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തിയ കായിക താരങ്ങളോട് കടുത്ത അവഗണനയെന്ന് പരാതി. താരങ്ങൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിലും മത്സരവേദികളിൽ എത്തിക്കുന്നതിലും വീഴ്ചയുണ്ടായി എന്നാണ് പരാതി.
കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തിയ 63 ജിംനാസ്റ്റിക് താരങ്ങളും കോച്ചും ഉൾപ്പെടെയുള്ളവരാണ് ദുരിതത്തിലായത്. ഇന്നലെ ഉച്ചയ്ക്ക് ഡൽഹിയിലെത്തിയ സംഘത്തിന് താമസ സൗകര്യം ഒരുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാത്രി 9 മണിക്കിറങ്ങിയ സംഘത്തിന് സംഘാടകർ ഒരുക്കിയ വാഹനം വന്നതാകട്ടെ പുലർച്ചെ 3 മണിക്ക്. കൃത്യമായ ഭക്ഷണം പോലും ലഭിക്കാതെ സംഘം വലഞ്ഞു. ഒരു ബസ്സിൽ ഇത്രയും പേര് ഒരുമിച്ച് കയറ്റി വിടുമായിരുന്നു. തെങ്ങി നിറഞ്ഞ് അഡ്ജസ്റ്റ് ഞങ്ങൾ പോയി. കൂടെ ആരുമില്ലായിരുന്നു. സാറിന് നാഷണൽ സപ്പോർട്ട് സമയത്ത് ലൈസൻസ് ഓഫീസർ കൂടെ ഉണ്ടാവും, മറ്റാരുമില്ലായിരുന്നു. ബസ്സിന് പോയി നമുക്ക് ഹോട്ടൽസിൻ്റെ ലിസ്റ്റ് തന്നായിരുന്നു. അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ഹോട്ടൽ റൂം ആരും ബുക്ക് ചെയ്തിട്ടില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ കൊണ്ട് റോട്ടിലായിരുന്നു. സ്റ്റേറ്റ് സ്പോർട്സ് ഓർഗനൈസർ ഹരീഷ് സാർ ബന്ധപ്പെട്ടുകൊണ്ട് ബദൽ സംവിധാനം ഒരുക്കിയിരുന്നു. അപ്പോൾ നാനാഭാഗത്തും വെളിവർക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ഒരു 4-5 പേര് ഓടി വരികയും ഇന്ന് കാലത്ത് 3 മണിയോടെ നമ്മളെ റൂമിലേക്ക് എത്തുകയും ചെയ്തു. ഇന്നലെ രാത്രി കുട്ടികൾ ഫുഡ് കഴിച്ചിട്ടില്ല. രാവിലെ മത്സരവേദിയിലേക്ക് ഇറങ്ങിയപ്പോഴും ഇതേ ബുദ്ധിമുട്ട് അനുഭവിച്ചു. 9 മണിക്ക് എത്താമെന്നറിയിച്ച വാഹനം ഇല്ലാതായതോടെ കായിക താരങ്ങൾ കിലോമീറ്ററോളം നടന്ന് ടാക്സിയിലും ഓട്ടോയിലും കയറിയാണ് മത്സര സ്ഥലത്തെത്തിയത്. സത്യം പറഞ്ഞാൽ വിശ്രമെന്ന് പറയാൻ ഒന്നും കിട്ടിയില്ല. രാത്രി 3 മണിക്കാണ് അവിടെ റൂമിന് കിട്ടിയത്. അവിടെ ബസ്സിൽ കുറച്ചു നേരമില്ല, മണിക്കൂറോളം നിന്ന് അവിടെ തണുപ്പത്ത് പുറത്ത് നിന്ന് അങ്ങനെയൊക്കെ തന്നെ. പിന്നെ 3 മണിക്കാണ് റൂമൊക്കെ കിട്ടിയത്. അപ്പം നമ്മുടെ ബെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ റെസ്റ്റ് വേണമല്ലോ. അപ്പം അതിൻ്റെ ഫെസിലിറ്റീസ് നമുക്ക് കിട്ടിയിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ ഞങ്ങൾക്ക് ശരിക്കും നല്ല സങ്കടമുണ്ട്. പ്രോപ്പർ റെസ്റ്റ് ഇല്ലാണ്ട് കുട്ടികൾക്കൊന്നും ഇപ്പോൾ വയ്യാണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രി മഞ്ഞത്ത് ഇങ്ങനെ രാത്രി ഫുൾ നിന്നിട്ടാണ് നമുക്ക് 3 മണിക്കാണ് ഹോട്ടൽ റൂം അവൈലബിൾ ആയത്. എന്നിട്ടും ബാക്കി ഫ്രഷൊക്കെ ആയി നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിടന്നത്. ഫുൾ പ്രോപ്പറായിട്ടൊന്നും ഇവർ അലൗട്ട് ചെയ്തിരുന്നില്ല. ട്രെയിനിൽ ഒരു സീറ്റിൽ 2 പേർ ഇരുന്നാണ് സംഘം കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തിയത്. കേരളത്തിന് പുറത്ത് നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഇത്തരമൊരു അവഗണനയെന്നാണ് താരങ്ങൾ പറയുന്നത്. മെഡൽ നേടുമ്പോൾ അഭിനന്ദിക്കാൻ ഓടിത്തുന്നവർ അടിസ്ഥാന സൗകര്യം പോലും നിഷേധിച്ചിരിക്കുകയാണ് ഭാവി താരങ്ങൾക്ക്. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. മലപ്പുറം മഞ്ചേരി ചെട്ടിയങ്ങാടിയിൽ വാഹനാപകടത്തിൽ മരിച്ച 5 പേർക്ക് കണ്ണീരോടെ വിട നൽകിയ നാട്. മകളുടെ നിക്കാഹിനൊരുങ്ങിയ പന്തലിലേക്ക് ഓട്ടോ ഡ്രൈവർ അബ്ദുൾ മജീദിന്റെ മൃതദേഹം എത്തിച്ചത് നൊമ്പര കാഴ്ചയായി. കിഴക്കേത്തല മദ്രസുൽ ഹിദായത്തിൽ മറ്റ് 4 പേർക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ നൂറുകണക്കിന് ആളുകളെത്തി. അപകടത്തിന് കാരണം റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമെന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു. മകളുടെ വിവാഹ ദിവസത്തിൽ അബ്ദുൽ മജീദിന്റെ അപ്രതീക്ഷിത വിയോഗം ബന്ധുക്കളെ മാത്രമല്ല നാടിനെയാകെ കണ്ണീരണിയിച്ചു. മൃതദേഹം മഞ്ചേരി സെൻട്രൽ ജുമാഅത്ത് പള്ളിയിൽ കബറടക്കി. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സഹോദരിമാരെയും കുഞ്ഞുങ്ങളെയും അവസാനമായി ഒരു നോക്കുകാണാൻ പൊതുദർശനം നടന്ന കിഴക്കേത്തല മദ്രസത്തുൽ ഹിദായത്തിലേക്ക് പ്രിയപ്പെട്ടവർ ഒഴുകിയെത്തി. കരുവാരക്കുണ്ട് വെള്ളയൂർ മുഹമ്മദ് റിയാസിന്റെ ഭാര്യ തസ്നീമ, മക്കൾ റിൻഷ ഫാത്തിമ, റൈഹ ഫാത്തിമ എന്നിവർക്ക് കാളിക്കാവ് വെള്ളയൂർ ജുമാഅത്ത് പള്ളിയിൽ അന്ത്യവിശ്രമം. തസ്നീമയുടെ സഹോദരി മൂസിനയെ മഞ്ചേരി താമരശ്ശേരി ജുമാഅത്ത് പള്ളിയിൽ കബറടക്കി. ഇന്നലെ വൈകിട്ട് 5:30യോടെയാണ് കർണാടകയിലെ ഹൊസൂരിൽ നിന്ന് ശബരിമലയിലേക്ക് പോകുകയായിരുന്ന സംഘം സഞ്ചരിച്ച മിനി ബസ് ഓട്ടോയിലിടിച്ച് അപകടമുണ്ടായത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാവിലെ 7 മണിയോടെ ആരംഭിച്ച പോസ്റ്റ്മോർട്ടം നടപടികൾ 9 മണിയോടെ പൂർത്തിയായി. നിരന്തരം അപകടമുണ്ടായിട്ടും റോഡിലെ അശാസ്ത്രീയത പരിഹരിക്കുന്നില്ലെന്നാരോപിച്ച് നാട്ടുകാർ മഞ്ചേരി അരീക്കോട് റോഡ് ഉപരോധിച്ചു. അധികൃതരുമായി സംസാരിച്ച് പരിഹാരമുണ്ടാക്കാമെന്ന തഹസിൽദാരുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. 24 മലപ്പുറം. പ്രൈം ന്യൂസിലേക്ക് തിരികെ. തൃശൂർ എരുമപ്പെട്ടി കരിയന്നൂരിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന് പരാതി. കരപ്പം വീട്ടിൽ കുഞ്ഞു മുഹമ്മദിന്റെ മകൻ നിഹാലിനെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. 3 അംഗ സംഘം കാറിൽ കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നാണ് പരാതി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നിഹാൽ. എരുമപ്പെട്ടിയിലെ സ്വകാര്യ പാരലൽ കോളേജിൽ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴാണ് സംഭവം. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടങ്ങി.
പാലക്കാട് കഞ്ചിക്കോട് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 3 വയസ്സുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ. സെന്തിൽകുമാർ എന്നയാളാണ് അറസ്റ്റിലായത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെയാണ് തട്ടിക്കൊണ്ടുപോയത്. കുട്ടിയുമായി പോകുമ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് തോന്നിയ സംശയമാണ് വഴിത്തിരിവായത്. മറുപടിയിൽ വ്യക്തത ഇല്ലാതെ വന്നതോടെ പോലീസിനെ വിളിച്ചുവരുത്തി തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുവന്നതാണെന്ന് വ്യക്തമായത്. പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. കത്തുന്ന കരിമണൽ. തോട്ടപ്പള്ളിയിൽ നടക്കുന്ന കരിമണൽ ഖനനത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രളയ സാധ്യത ഒഴിവാക്കാനാണ് അടിഞ്ഞുകൂടുന്ന മണൽ നീക്കം ചെയ്യുന്നത്. UDF സർക്കാരിന്റെ കാലത്തെ ഉത്തരവുകളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു മാത്യു കുഴൽനാടൻ MLA-ക്കെതിരായ മുഖ്യമന്ത്രിയുടെ മറുപടി. കരിമണൽ ഖനനം CMRL-ന് വേണ്ടിയുള്ളതാണെന്നും മാസപ്പടിക്ക് പകരമായുള്ള സേവനം എന്നുമായിരുന്നു മാത്യു കുഴൽനാടന്റെ ആരോപണം. നവകേരള സദസ് ആലപ്പുഴയിലെത്തിയപ്പോൾ കൊഴുക്കുന്നത് തോട്ടപ്പള്ളിയിലെ വിവാദമായ കരിമണൽ ഖനനം തന്നെ. മാത്യു കുഴൽനാടന്റെ ആരോപണങ്ങൾ ജൽപ്പനം മാത്രമാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് മാത്യു കുഴൽനാടന്റെ മറുപടി ഇങ്ങനെ: ഞാൻ പറഞ്ഞത് ജൽപ്പനങ്ങളാണോ? ഞാൻ പറഞ്ഞതിൽ സത്യമുണ്ടോ തെറ്റുണ്ടോ എന്ന് പറയാൻ കഴിയുന്നത് തോട്ടപ്പള്ളിയിലെ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്കും അവിടുത്തെ തീരദേശവാസികൾക്കുമാണ്. UDF സർക്കാരിന്റെ കാലത്തെ ഉത്തരവുകളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു മാത്യു കുഴൽനാടന് മുഖ്യമന്ത്രിയുടെ മറുപടി. മാത്യു കുഴൽനാടന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയുള്ളൂ. എനിക്കതിലൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. കൂടുതൽ തോട്ടപ്പള്ളി വിഷയത്തെ പറ്റി ഞാൻ ഇന്നലെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഉണ്ടായത്, എങ്ങനെയാണ് ഉണ്ടായത്, ആ പറഞ്ഞതാണ് പൂർണ്ണമായും പറയാനുള്ള വസ്തുതകൾ. തോട്ടപ്പള്ളി വിഷയത്തെക്കുറിച്ച് മാത്യു കുഴൽനാടന് ഒരു കുന്തവും അറിയില്ലെന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. പിന്നെ ഈ ആലപ്പുഴ ജില്ലയിലെ ഈ വിഷയം അറിയാവോ? ഈ കുഴൽനാടന് ചുമ്മാ കാണുന്നതിനെല്ലാം കയറി ഇങ്ങനെ മറുപടി പറഞ്ഞതിന് ലീഡിംഗ് ചാനലിന്റെ നവീകരണവും ഈ പറയുന്ന പൊഴിമുറിക്കലുമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. വരും ദിവസങ്ങളിൽ തോട്ടപ്പള്ളിയിലെ ഖനനം സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് മാത്യു കുഴൽനാടന്റെ വെല്ലുവിളി. 24 ആലപ്പുഴ. തൃശൂരിലെ സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പ് കേസ് മുഖ്യപ്രതി പ്രവീൺ റാണിയുടെ കൂട്ടാളി പിടിയിൽ. ചാവക്കാട് പാലൂർ സ്വദേശി സലിൽകുമാർ ആണ് അറസ്റ്റിലായത്. തൃശൂർ തിരൂരിലെ വാടക വീട്ടിൽ നിന്നാണ് അറസ്റ്റ്. തൃശൂർ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം DYSP സന്തോഷ് TR-ഉം സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സേഫ് ആൻഡ് സ്ട്രോങ് ബിസിനസ് കൺസൾട്ടന്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, സേഫ് ആൻഡ് സ്ട്രോങ് നിധി ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ ഡയറക്ടറായിരുന്നു സലിൽകുമാർ. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരെ വഞ്ചിച്ച കേസിലാണ് അറസ്റ്റ്. പ്രതിക്കെതിരെ സംസ്ഥാനത്തുടനീളം 267ഓളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു പിന്നാലെയാണ് അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. 24 തൃശൂർ. തൃശൂർ കൈപ്പറമ്പിൽ മാതാവിനെ മകൻ വെട്ടിക്കൊന്നു. എടക്കളത്തൂർ സ്വദേശി 68 വയസ്സുകാരി ചന്ദ്രമതിയാണ് കൊല്ലപ്പെട്ടത്. മദ്യപിച്ചെത്തിയ മകൻ സന്തോഷ് വെട്ടുകത്തിക്കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. സന്തോഷിനെ പേരാമംഗലം പോലീസ് പിടികൂടി. സന്തോഷും മാതാവ് ചന്ദ്രമതിയും മാത്രമാണ് വീട്ടിലുള്ളത്. ഇന്നലെ മദ്യം വാങ്ങി വീട്ടിലെത്തിയ സന്തോഷ് മദ്യപിച്ച ശേഷം അമ്മയെ തനിക്ക് നോക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയായിരുന്നു. 7:30 വീട്ടിലുണ്ടായിരുന്ന വെട്ടുകത്തിയെടുത്ത് ചന്ദ്രമതിയെ വെട്ടിപ്പരുക്കേൽപ്പിച്ചു. പിന്നീട് സന്തോഷ് മുറിയിൽ പോയി കിടന്നു. തലയ്ക്കും താടിക്കും ഗുരുതരമായി പരുക്കേറ്റ ചന്ദ്രമതി രക്തം വാർന്ന അവശ നിലയിലായി. സന്തോഷ് തന്നെയാണ് പിന്നീട് പേരാമംഗലം പോലീസിനെ വിളിച്ച് വിവരമറിയിച്ചത്. പോലീസ് ആംബുലൻസ് എത്തിച്ച് ചന്ദ്രമതിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പുലർച്ചെ 2 മണിയോടെ മരിച്ചു. മകനും അമ്മയും തമ്മിൽ നേരത്തെ തർക്കങ്ങളുണ്ടായിരുന്നതായി അറിയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. പ്രശ്നം ഉണ്ടായതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. കാരണം അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ അങ്ങനെ പ്രശ്നം ഉണ്ടെന്നുള്ള കേൾക്കാറില്ല. പോലീസ് വന്ന് ഇവിടെ നിൽക്കണപ്പോഴേ ഞാൻ വാതിലോർന്ന് നോക്കിയപ്പോൾ ഇവിടെ പര ചവിട്ട് കണ്ട് ചവിട്ടിൻ്റെ ഞാൻ എടുത്തു കൊണ്ടുപോണത് ഇതിലെ കൊണ്ടുപോണത് കണ്ടു. അല്ലാണ്ട് ആളെനെയൊന്നും ഞാൻ ചെന്നോക്കാനുള്ള ക്ഷമ എനിക്കില്ല. സെക്യൂരിറ്റി ജീവനക്കാരനായ സന്തോഷിനെ വീട്ടിൽ നിന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എടക്കളത്തൂരിൽ 1 വർഷത്തോളമായി വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു കുടുംബം. 24 തൃശൂർ. സമൂഹത്തിലെ ദുർബല വിഭാഗത്തിന് സ്ഥിര വരുമാനം ലക്ഷ്യമിട്ടാരംഭിച്ച ഭാഗ്യക്കുറിയുടെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ആരാണ്? ഏജൻസികൾ കൂട്ടത്തോടെ ടിക്കറ്റ് സ്വന്തമാക്കുമ്പോൾ അതിദരിദ്രരുടെ സാഹചര്യം എന്താണെന്ന് അന്വേഷിക്കുകയാണ് 24.
പാലക്കാട് ജില്ലയിൽ മാത്രം ആകെയുള്ളത് 7886 ഏജന്റുമാർ. ഇതിൽ ഭിന്നശേഷിക്കാർ വെറും 74 പേർ. വൻകിട ഏജൻസികൾ വിൽക്കുന്നത് 4,41,000 ടിക്കറ്റുകൾ. പ്രതിദിനം 100-ൽ കൂടുതൽ ടിക്കറ്റുകൾ ലഭിക്കുന്നത് കേവലം 179 പേർക്ക് മാത്രം. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. നമ്മൾ റോഡരികിലും ബസ് സ്റ്റാൻഡിലുമൊക്കെ കാണുന്ന ദരിദ്രരായ വിൽപ്പനക്കാർക്ക് ലഭിക്കുന്നത് തുച്ഛമായ ടിക്കറ്റുകളും കമ്മീഷനുകളും. ലോട്ടറി വിൽപ്പനയുടെ സിംഹഭാഗവും സ്വന്തമാക്കുന്നതാകട്ടെ വൻകിടക്കാരും. ലോട്ടറി ന്യൂനപക്ഷം വരുന്ന വൻകിട ഏജന്റുമാരുടെ കയ്യിലാണെന്നാണ് രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. 100 ടിക്കറ്റിലധികം ലഭിക്കുന്നത് 179 ഏജന്റുമാർക്കുമാണ് മാത്രമാണ് ഈ 100 ടിക്കറ്റിലധികം ലഭിക്കുന്നത്. ബാക്കിയുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് ടിക്കറ്റ് തന്നെ ലഭിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ വസ്തുത. ഇതിനൊരു മാറ്റം ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. ടിക്കറ്റുകളുടെ വലിയ ഭാഗവും വൻകിട ഏജന്റുമാരുടെ കൈകളിലാണെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. ഏജൻസി എടുക്കുന്ന എല്ലാവർക്കും ടിക്കറ്റ് നൽകാൻ ലോട്ടറി വകുപ്പ് തയ്യാറാകണമെന്നാണ് മേഖലയിലുള്ളവരുടെ ആവശ്യം. ഇവിടെ ലോട്ടറിയുടെ ഏജന്റുമാർക്ക് കൊടുക്കുന്നില്ല എന്നും ലോട്ടറിയുടെ ഏജന്റുമാരുടെ എണ്ണം വർദ്ധിപ്പിച്ച് കാണിച്ചുകൊണ്ട് ആ കിട്ടുന്ന ലോട്ടറി വൻകിട ലോട്ടറിക്കാരെ സഹായിക്കാൻ വേണ്ടി ജില്ലാ ലോട്ടറിയുടെ ഓഫീസിൽ നിന്നും ഈ നീക്കങ്ങൾ നടക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞങ്ങളുടെ ആവശ്യം ആര് ഏജൻ്റാണോ ആര് ഏജൻ്റ് എടുത്തിട്ടുണ്ടോ ഗവൺമെൻറ് ഏജൻ്റ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ ലോട്ടറി കൊടുക്കാനുള്ള സംവിധാനം ജില്ലാ ഓഫീസിലുണ്ടാകണം. വൻകിടക്കാരുടെ ക്വാട്ട വെട്ടിക്കുറച്ച് ഭിന്നശേഷിക്കാരായ ആളുകൾക്കടക്കം കൂടുതൽ ടിക്കറ്റുകൾ നൽകാൻ വകുപ്പ് തയ്യാറാകണമെന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. 1967 ഭാഗ്യക്കുറി സംവിധാനം നിലവിൽ വരുമ്പോൾ എടുത്തിരുന്ന നിലപാടിന് നേരെ വിപരീതമാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഇത് പാലക്കാട്ട് മാത്രം കാര്യമല്ല, സംസ്ഥാനത്തുടനീളം ഇത് തന്നെയാണ് അവസ്ഥ. ഈ സാഹചര്യത്തിനാണ് മാറ്റം വരേണ്ടത്. പാലക്കാട് നിന്ന് രാജീവ് സുദേവിനൊപ്പം നിഖിൽ പ്രമേഷ്, 24. DB നൈറ്റുമായി ബന്ധപ്പെട്ട ഫ്ലവേഴ്സ് 24ഉം സംഘടിപ്പിച്ച പരിപാടി അത് തൃക്കാക്കര ഭാരത് മാതാ കോളേജിലാണ് നടന്നത്. കൊച്ചിയിലെ യുവത്വത്തെ ആവേശ കൊടുമുടിയിൽ ആറാടിച്ചാണ് DB നൈറ്റ് അവസാനിച്ചത്. പ്രിയപ്പെട്ട കലാകാരന്മാർ തൊട്ടുമുന്നിൽ മാസ്മരിക പ്രകടനവുമായി എത്തിയതോടെ സദസ് ഇളകി മറിഞ്ഞു. ഓരോരുത്തർക്കും നിറഞ്ഞ കയ്യടി. ഓരോ പാട്ടിനും ചുവട് വച്ചാണ് നിറഞ്ഞ സദസ് ഗായകരെ പ്രോത്സാഹിപ്പിച്ചത്. അവസാന അരമണിക്കൂർ കലാശക്കൊട്ടിൻ്റെതായപ്പോൾ വേദി ഒന്നാകെ ഇളകി മറിഞ്ഞു. കൊച്ചി. സാങ്കേതിക തകരാർ സംഭവിച്ചതിൽ ക്ഷമ ചോദിക്കുകയാണ്. ഇപ്പോൾ കണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പും 138ാം വാർഷികവും അടുത്തതോടെ ധനസമാഹരണ പദ്ധതിയുമായി കോൺഗ്രസ്. ഡൊണേറ്റ് ഫോർ ദേശ് എന്ന പേരിൽ ക്രൗഡ് ഫണ്ടിംഗ് നടത്താനാണ് തീരുമാനം. മഹാത്മാഗാന്ധിയുടെ തിലക് സ്വരാജ് ഫണ്ടാണ് ഡൊണേറ്റ് ഫോർ ദേശിന് മാതൃക. കോൺഗ്രസ് പാർട്ടിയുടെ 138ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ക്രൗഡ് ഫണ്ടിംഗ്. ഈ മാസം 18-ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ പരിപാടി ഉദ്ഘാടനം ചെയ്യും. പിന്തുണയ്ക്കുന്നവർക്ക് 138 രൂപ, 1380 രൂപ, 13800 രൂപ എന്നിങ്ങനെ സംഭാവന നൽകാം. This initiative is actually inspired by our great Mahatma Gandhi ji historic Tilak Fund in 1920-21 and aims to empower our party in creating in India rich in equal resource distributions and opportunities. ഡൊണേറ്റ് ഫോർ ദേശിനായി 2 വെബ്സൈറ്റുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ സംസ്ഥാനതല നേതാക്കളും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും കുറഞ്ഞത് 1380 രൂപ വീതം നൽകണം.
എല്ലാ PCC അധ്യക്ഷന്മാരും വാർത്താസമ്മേളനത്തിലൂടെയും സമൂഹമാധ്യമങ്ങളിലൂടെയും ഇതിനായി പ്രചാരണം നടത്തണം. പാർട്ടിയെ എല്ലാ തരത്തിലും ശക്തിപ്പെടുത്തുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. 138ാം വാർഷികത്തിന്റെ ഭാഗമായി ഈ മാസം 28-ന് നാഗ്പൂരിൽ റാലി നടത്താനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. റാലിയിൽ 10 ലക്ഷം കോൺഗ്രസ് പ്രവർത്തകർ അണിനിരക്കുമെന്നാണ് നേതൃത്വത്തിന്റെ അവകാശവാദം. 24 ഡൽഹി. കൊച്ചി എളമക്കരയിൽ ലോഡ്ജിൽ കൊല്ലപ്പെട്ട 1.5 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ സംസ്കാരം പോലീസും നഗരസഭയും ചേർന്ന് നടത്തി. പുല്ലേപ്പടിയിലെ പൊതുശ്മശാനത്തിലായിരുന്നു സംസ്കാരം. കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ ആരും എത്താത്തതുകൊണ്ടാണ് പോലീസ് മുൻകൈയെടുത്ത് സംസ്കാരം നടത്തിയത്. ആരുമുണ്ടാകാതിരുന്നില്ല. പോലീസും നഗരസഭാ കൗൺസിലർമാരും വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരും ചേർന്നാണ് വിട നൽകിയത്. പുല്ലേപ്പടിയിലെ പൊതുശ്മശാനത്തിലെത്തിച്ച മൃതദേഹത്തിൽ പോലീസുകാരും നഗരസഭാ കൗൺസിലർമാരും പൂക്കളർപ്പിച്ചു. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ വിതുമ്പി. ഈ കുട്ടിക്ക് ആരുമില്ല എന്ന് ലോകം പറയുമ്പോൾ ഞങ്ങളെല്ലാവരുമുണ്ട്. നഗരസഭ, പൊതുപ്രവർത്തകർ, പോലീസ്, മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു സമൂഹം ഈ കുട്ടിയുടെ രക്ഷകർത്താക്കളായി ഇന്നിവിടെ പങ്കെടുത്തിരിക്കുകയാണ്. കരയാൻ പോലും ഞാൻ വിചാരിച്ച ഒരു അമ്മ ഇവിടെ കരയാനെത്തി. എവിടെ നിന്ന് വന്നതെന്ന് അറിയില്ല, നമ്മൾ അറിയിച്ച പോലുമല്ല. പക്ഷെ അമ്മയുടെ അവരുടെ മനസ്സിൽ കൊണ്ടുള്ള ഒരു കരച്ചിലാണ് നമ്മൾ കണ്ടത്. ഈ കുഞ്ഞിനെ കണ്ടതിനപ്പോ ഇത്ര നാളത്തെ ഒരു ഇതുപോലെയല്ല ഇപ്പൊ കണ്ടത്. അത് നമ്മളെ കൈവെള്ളിലും ചിരിക്കുന്ന ഒരു കൊച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ കൊച്ചുപെട്ടിയിൽ തണുപ്പേറ്റ് ചേതനേറ്റുകിടന്ന കുഞ്ഞു ശരീരത്തിനൊപ്പം പോലീസുകാർ വാങ്ങിയ കളിപ്പാട്ടവും വെച്ചാണ് യാത്രയാക്കിയത്. ഡിസംബർ 3-നാണ് 1.5 മാസം പ്രായമുള്ള കുഞ്ഞ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. മാതാവ് അശ്വതിയും സുഹൃത്ത് ഷാനിഫും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഇരുവരും അഴിക്കുള്ളിലാണ്. മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഏറ്റുവാങ്ങാൻ കുഞ്ഞിന്റെ പിതാവും വിസമ്മതിച്ചതോടെയാണ് പോലീസ് മുൻകൈയെടുത്ത് സംസ്കാരം നടത്തിയത്. 24 കൊച്ചി. നിലമ്പൂർ പൂക്കോട്ടുപാടത്ത് ജനവാസ മേഖലയിൽ കരടി ഇറങ്ങി. TK കോളനി ഭാഗത്ത് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാവിന് മുന്നിലേക്ക് കരടി ചാടുകയായിരുന്നു. പൂക്കോട്ടുംപാടം തേൾപ്പാറ ആന്റണിക്കാട് TK കോളനി മേഖലയിലാണ് കരടി ഭീഷണി. രാത്രി 8:30-ക്ക് കൊമ്പൻകല്ലിലെ കടയിൽ നിന്നും തേൾപ്പാറ പൊട്ടിക്കല്ലിലെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഗിരീഷിന്റെ ബൈക്കിന് മുന്നിലേക്ക് കരടി ചാടിയത്. ബൈക്ക് വെട്ടിച്ച് രക്ഷപ്പെടാൻ കഴിഞ്ഞത് കൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് ഗിരീഷ്. ഞാൻ കടയിൽ നിന്ന് വരികയായിരുന്നു. രാത്രി ഒരു 8-8:30 ആയിട്ടുണ്ടാവും. പെട്ടെന്നാണ് വണ്ടീൻ്റെ മുന്നിൽ ഇത് പെട്ടെന്ന് ചാടി വീണ് കണ്ടത്. പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്ന് പേടിച്ചു. പിന്നെ ഇത് മുന്നിൽ നിന്ന് മാറുന്നില്ല. അങ്ങനെ പെട്ടെന്ന് ഞാൻ വെട്ടിച്ച്, വണ്ടി ബൈക്കല്ലേ വെട്ടിച്ച് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പോന്നു. കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. രാത്രിയിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തിയെങ്കിലും കരടിയെ കണ്ടെത്താനായില്ല. മേഖലയിൽ ഒരാഴ്ചയായി കരടിയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം കരടി പ്രദേശത്തെ തേൻപെട്ടികൾ നശിപ്പിച്ചിരുന്നു. 24 മലപ്പുറം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.